റോയ്ച്ചായ ഇപ്പോൾ കേരളത്തിൽ വീണ്ടും ചിത്രവിവാദമാണ്. അതായത് പ്രമുഖർക്കൊപ്പം നിൽക്കുന്ന കേസിലെ പ്രതികളുടെ ചിത്രം. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങളിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്നു, മുൻ ദേവസ്വം മന്ത്രിക്കൊപ്പം, സോണിയാഗാന്ധിക്കൊപ്പം. ഇതിലൊക്കെ എന്താണ് വസ്തുത എന്നുള്ളതാണ് ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. അല്ല, ഈ ഫോട്ടോ വിവാദം എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും വലിയ വിവാദം നടക്കുന്ന ഏതാണ്? ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ലൈംഗിക കുറ്റവാളിയോടൊപ്പം ലോക നേതാക്കൾ, അതായത് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് ഉൾപ്പെടെ, ട്രംപ്, മുൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ, അങ്ങനെയുള്ള വലിയ ബിസിനസ്സുകാർ, ബ്രിട്ടനിലെ രാജാവിൻ്റെ അനിയൻ ആൻഡ്രൂസ് രാജകുമാരൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ പേരിലുള്ള ഫോട്ടോ വിവാദം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ലോകത്തെല്ലാ കാലത്തും ഈ വിവാദം ഉണ്ടാക്കുന്നവരുടെ കുറ്റവാളികളോടൊപ്പം പ്രമുഖരായ കക്ഷികളുടെ പേര് പടമൊക്കെ വരുമ്പോൾ അത് വലിയ വിവാദമാകുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് വലിയ വിവാദമായിരിക്കുന്നത്? കേരളത്തിൽ ഈ നമ്മൾ കണ്ട കേരളം ഞെട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ് ശബരിമലയിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കടത്തിക്കൊണ്ടുപോയ സംഭവം. അതിലെ ഒരു പ്രധാന കുറ്റവാളി, മുഖ്യ കുറ്റവാളിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം സോണിയാഗാന്ധിയുടെ പടം വരുന്നു, മുഖ്യമന്ത്രിയുടെ പടം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ ഇതേ ചൊല്ലിയുള്ള വിവാദങ്ങളാണ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കും പലതരത്തിലുള്ള കുറ്റാരോപണങ്ങളിലേക്കും പോയിരിക്കുന്നത്. സോണിയാഗാന്ധി UPAയുടെ ചെയർപേഴ്സണും കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി അടൂർ പ്രകാശ്, ആൻ്റണി എന്നീ പറയുന്ന MPമാരോടൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കാട്ടുകള്ളൻ പോയി അവരുടെ കയ്യിൽ ചരട് കെട്ടി കൊടുക്കുന്നു. പടവും മറ്റുമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് CPM നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ അവർ തിരിച്ചടിച്ച ഒരു ആരോപണമാണ്. ന്യായമായ രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ തിരിച്ചു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ വലിയ വിവാദമായിരിക്കുന്നത്. അപ്പോൾ സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെ ഇയാൾ ചെന്നുപെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ആരോപണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ പതിവ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് ഇവരെ കൊണ്ടെത്തിച്ചത്, എന്തിനാണ് കൊണ്ടെത്തിച്ചത്? ഈ ചോദ്യത്തിന് കോൺഗ്രസ് ഇതൊരു തൃപ്തികരമായൊരു മറുപടി പറഞ്ഞത്. രമേശ് ചെന്നിത്തല പറഞ്ഞത് എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് ഇയാളെ കൊണ്ടുപോയി എന്നുള്ള കാര്യം കൊണ്ടുപോയവർ പറയണമെന്ന് പറഞ്ഞു. അതിന് ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ ഈ രണ്ട് MPമാരും കൃത്യമായൊരു മറുപടി പറഞ്ഞിട്ടില്ല. ചിത്രത്തിൽ ഇവരെ രണ്ടുപേരെയാണ് കാണുന്നത്. ഇവർ രണ്ടുപേരും അതിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരുത്തനെ അവിടെ കൊണ്ടുപോയി പറ്റിച്ച് എന്തായിരുന്നു കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും CPMനെതിരെയും വലിയ ഈ കേസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിൽക്കുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ഇറക്കിവിട്ട ഭൂതമാണ് ഇപ്പോൾ അവർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു മറുപടി പത്രസമ്മേളനം നടത്തി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഏത് സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്തതെന്നുള്ളത്. അത് സംബന്ധിച്ച ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയൊക്കെ ചെയ്തു. അതിനകത്ത് മുഖ്യമന്ത്രി ശബരിമലയിൽ ഒരു ആംബുലൻസിന്, ശബരിമല തീർത്ഥാടകർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകുന്ന ആംബുലൻസിൻ്റെ അപര്യാപ്തം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു സ്പോൺസറെ കണ്ടുപിടിച്ച് അത് ഇവിടെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് അതിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്ന പടത്തിലാണ് താൻ നിന്നു എന്ന് മുഖ്യമന്ത്രി മിനിഞ്ഞാന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി അയാളെ ചെവിയിൽ നിന്ന് സംസാരിക്കുന്ന പടമൊന്നും നമ്മളാരും കണ്ടില്ല. മുഖ്യമന്ത്രി അയാളെ എല്ലാവരെയും കൂട്ടത്തിൽ ഒരാൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ഒരാൾ മുന്നോട്ട് വന്ന് ഈ താക്കോൽദാനം മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു എന്നുള്ളത് അപ്പുറത്തേക്ക് വേറൊന്നും നിലവിലൊന്നും സംഭവിച്ചായിട്ട് നമുക്ക് ആ ചിത്രത്തിൽ നിന്നൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ മുഖ്യമന്ത്രി തിരിച്ചാണ് ആ ചോദ്യം ചോദിച്ചത്. ഞാനൊരു പൊതുസ്ഥലത്ത് വെച്ചിട്ടാണ് ഇയാളെ കാണുകയും ഈ 10 സെക്കൻഡോ ഏതാനും നിമിഷങ്ങൾ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചാണ് ഇത് കാണുകയും. സോണിയാഗാന്ധി അങ്ങനല്ല, ഒരു സ്വകാര്യമായ സദസ്സിൽ വെച്ചാണ് അവരുടെ വീട്ടിൽ ഇത്രയും പേരെ ആൾക്കാരുടെ ഇടയിൽ വെച്ച് കണ്ടു. അത് വ്യക്തമാക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോൺഗ്രസ്സുകാർക്ക് അതിന് തൃപ്തികരമായൊരു മറുപടി പറയാനും പറ്റില്ല. അപ്പോൾ ഫോട്ടോ എല്ലാ കാലത്തും ചില ദുരൂഹ വ്യക്തിത്വങ്ങളുമായിട്ട് ആരൊക്കെ പോയി നിന്ന് പടം എടുക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അത് വലിയ തോതിൽ വിവാദമാകുകയും അത് പലരുടെ രാഷ്ട്രീയ ജീവിതം തന്നെ തകർക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഈ സോളാറിൻ്റെ സമയത്ത് ഞാനത് പറയാൻ വരികയായിരുന്നു. ഈ സോളാർ കാലത്ത് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയോടൊപ്പം അന്ന് വിവാദ നായിക സരിത മുഖ്യമന്ത്രിയോട് പാലായിക്കടുത്ത് വെച്ചൊരു സ്ഥലത്ത് വെച്ച് സംസാരിക്കുന്ന ചിത്രം ഇറങ്ങി മുഖ്യമന്ത്രിക്ക് അടുത്ത് ഇവർക്ക് അത്രയും സ്വാധീനമുണ്ട്, ഉമ്മൻചാണ്ടിയുടെ അടുത്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അന്ന് CPM വ്യാപകമായ തോതിൽ പ്രചരിപ്പിച്ചൊരു പടമായിരുന്നു. ഏതാണ്ട് അതേപോലെ തന്നെ മറ്റൊരു ചിത്രവും നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെടുത്തി പിന്നീട് ഒരു ചിത്രം വന്നു. അതായത് വിവാദ നായികയായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയോട് അടുത്ത് പോയി ഇന്ന് സംസാരിക്കുന്ന ചിത്രവും വന്നു. അപ്പോൾ ഇത്തരം ചിത്രങ്ങൾ വിവാദം ഉണ്ടാക്കുന്നവരും ഷെയ്ഡി ക്യാരക്ടേഴ്സുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് രാഷ്ട്രീയ നേതാക്കളുടെ അടുപ്പം ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇത് പലപ്പോഴും ഉപയോഗിക്കുക. ഇപ്പോൾ പുതിയ കാലത്താണെങ്കിൽ അത് നേരെ തിരിച്ചാണ് വന്നുകൊണ്ടിരിക്കുക. പുതിയ കാലത്ത് തരാതരം പോലെ ഈ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പലരും ഫോട്ടോ ഇറക്കി അത് പ്രചരിപ്പിക്കുകയും പറ്റും. അത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ വരിക. ഇപ്പോൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഫോട്ടോ ഇറക്കിയത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ
സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളാണ് ആ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നോ അത് യാഥാർത്ഥ്യമാണെന്നോ എന്നൊന്നും നോക്കാതാണ് പ്രചരിപ്പിക്കുക. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണത്തിന് സ്വപ്ന സുരേഷ് ഉണ്ടായിരുന്നു എന്നുള്ള മട്ടിലൊരു ഫോട്ടോ പ്രചരിപ്പിച്ചു. അതൊടുവിൽ കേസായി. ഇപ്പോൾ സുബ്രഹ്മണ്യനെതിരെയും കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഉത്തരവാദിത്തമില്ലാതെ ഓരോ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ദുരന്തം ഒരു വശത്ത്, മറുവശത്ത് ഷെയ്ഡി ക്യാരക്ടേഴ്സിൻ്റെ കൂടെ രാഷ്ട്രീയ നേതാക്കൾ പോയി നിൽക്കുന്നതും വലിയ വിവാദമാണ്. പിന്നീട് ഈ അടുത്ത കാലത്ത് വന്ന വലിയൊരു ഫോട്ടോ സംബന്ധിച്ച് വലിയൊരു വിവാദമായിരുന്നു. രാഹുൽ ഗാന്ധി ഹരിയാനയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ബ്രസീലിയൻ ഒരു മോഡലായ ലാറിസ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പടം അവരുടെ പടം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നതിനെക്കുറിച്ച് അദ്ദേഹം ആ ചിത്രസഹിതം പുറത്തു വിടുകയും BJPക്ക് ഉത്തരം മുട്ടിപ്പോയ സംഭവമാണ്. BJP എന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷന് പോലും അതേക്കുറിച്ചൊരു മറുപടി പറയാനായിട്ട് കഴിയാതെ പോയ സംഭവം. അപ്പം ചിത്രങ്ങൾ എപ്പോഴും ഒരു വലിയ വിവാദമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ, സമുദായ നേതാക്കന്മാർ, മത നേതാക്കന്മാർക്കൊക്കെ എതിരായിട്ട് ഈ ഷെയ്ഡി ക്യാരക്ടേഴ്സുമായിട്ട് വന്നിരിക്കുന്ന പടങ്ങൾ വലിയ വിവാദം ഉണ്ടാക്കുന്നത്. 80കളിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ധീരേന്ദ്ര ബ്രഹ്മചാരി എന്ന് പറയുന്ന ഒരു സ്വാമിയുടെ കൂടെ നിൽക്കുന്ന പടം, അത് അന്നത്തെ പ്രധാനമന്ത്രിയുടെ അടുത്ത് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു സ്വാമിയായിരുന്നു. അയാൾ അതേപോലെ തന്നെ ഒരു ഷെയ്ഡി ക്യാരക്ടറുമായിരുന്നു. അയാൾ മൊത്തമുള്ള ചിത്രങ്ങൾ അന്ന് വലിയ ഇന്ദിരാഗാന്ധിക്കെതിരെ അന്നത്തെ പ്രതിപക്ഷം വലിയ വിവാദം ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ പിന്നീട് പ്രധാനമന്ത്രിയായിട്ട് വന്ന നരസിംഹറാവുവിനെതിരെ ചന്ദ്രസ്വാമി എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ സ്വാമിയുടെ കൂടെ നിൽക്കുന്ന പടമൊക്കെ ഉപയോഗിച്ച് അതും വലിയ വിവാദം ഉണ്ടാക്കി. അപ്പം ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാർ വേണ്ടത്ര പരിശോധനയില്ലാതെ ഈ ഷെയ്ഡി ക്യാരക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന പടങ്ങൾ വരുന്നത് ഒന്നുകിൽ അപ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഇതൊക്കെ വിവാദത്തിനിടയാവും. അപ്പം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണിത്. നിങ്ങളുടെ അടുത്തേക്ക് ആരാണ് വരുന്നത്, അപ്പോയിൻമെൻ്റ് എടുത്ത് വരുന്നത് ആരാണ് എന്നൊക്കെ നോക്കി അത് വേണ്ട രീതിയിൽ പരിശോധിക്കാതെ വരുന്നതിനുള്ള ദുരന്തം. മുഖ്യമന്ത്രി ഉയർത്തിയൊരു ചോദ്യമുണ്ട്. ഒരുപാട് സെക്യൂരിറ്റി നടുവിൽ ജീവിക്കുന്ന ഒരാളാണ് സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾ വന്ന് പെട്ടത്, എന്ത് പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ, ആരാണ് അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്? മുഖ്യമന്ത്രിയുടെ ചോദ്യം വളരെ കറക്റ്റാണ്. അപ്പോൾ ആ ചോദ്യത്തിനെതിരെ കോൺഗ്രസിന് മറുപടി പറയാം. AICC ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. അതിനൊരു മറുപടി പറയേണ്ടതായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനൊരു തട്ടിപ്പുകാരൻ അവിടെ വന്ന് ഈ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് MPമാരോട്, അവരും അത്ര അറിയാത്തവരൊന്നും അല്ലല്ലോ. ആൻ്റണിയാണ് മൂന്നാം തവണയാണ് ലോക്സഭയിലെത്തുന്നത്. അടൂർ പ്രകാശ് 2ാം തവണ. അതിന് മുമ്പേ അടൂർ പ്രകാശ് മന്ത്രിയൊക്കെ ആയിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ വളരെ ചിരപരിചിതരായ വ്യക്തികളാണ്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെയാണ് സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള ബോധ്യമുള്ളവർ ഇങ്ങനെ ഒരു തട്ടിപ്പുകാരനെ പിടിച്ചുകൊണ്ട് അവിടെ പോയി എന്നുള്ളത്. ഇപ്പോൾ പറയുന്ന അടൂർ പ്രകാശ് പറയുന്ന മറുപടി എന്ന് പറയുന്നത് ഇവൻ തട്ടിപ്പുകാരനാണെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നത്. 2019 ആറ്റിങ്ങൽ MP ആയതിനു ശേഷമാണ് പരിചയപ്പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ അന്നും തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞുകൂടാന്നാണ് പറയുന്നത്. ആരും ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ നിങ്ങളിത് വേണ്ടത്ര പരിശോധന നടത്താതെ പലരെയും തട്ടിപ്പ് കൂട്ടി കൊണ്ടുപോകുന്നതിൻ്റെ ദുരന്തങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അടൂർ പ്രകാശ് ഇപ്പോൾ പറയുന്ന തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും അത് ബാധകം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞില്ലല്ലോ. അല്ല, അത് തന്നെ. ഇത് വേണ്ടത്ര രീതിയിലുള്ള പരിശോധന നടത്താതെ കൊണ്ടുവരുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഇത്. അതിനാണല്ലോ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണെങ്കിൽ അറിയാം, മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, മറ്റ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതന്നെ സോണിയാഗാന്ധിക്ക് അതേപോലെ തന്നെ ഉണ്ട്. ഈ കൊണ്ടുവരുന്നവൻ ആരാന്നൊക്കെ അന്വേഷിക്കാമല്ലോ. അപ്പോൾ അതൊന്നും വേണ്ടത്ര പരിശോധനയില്ലാതെ നിങ്ങൾ തട്ടിപ്പുകാരെ കൂടെ നിർത്തി നിങ്ങൾ പടം എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ തോളിൽ കൈയിട്ടിട്ടുണ്ടെങ്കിൽ, അവർ വന്ന് നിങ്ങളുടെ കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നിങ്ങൾ തന്നെ തന്നെയാണ്. പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണോ ആരാണ് കൊണ്ടുപോയെങ്കിൽ അവരിതിന് മറുപടി വേണം. ഇതുവരെ ആൻ്റണി മിണ്ടിയിട്ടില്ല. ആൻ്റണി അതിനെക്കുറിച്ച് തൃപ്തികരമായ മറുപടി പറഞ്ഞില്ല. ഇന്നലെ അടൂർ പ്രകാശ് മറുപടി പറയാൻ വന്നത് മുഴുവൻ വീണ്ടും അത് സ്വന്തം തലയിലേക്ക് തന്നെ വെടിവെച്ചിട്ട് പോയ സ്ഥിതിയാണ്. അപ്പം ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള കുഴപ്പങ്ങൾ ചെന്ന് ചാടി. ഇപ്പം ഞാനതാ പറഞ്ഞേ, ഇതേപോലെ യാതൊരു പരിശോധന ഇല്ലാതെ പോയി ചാടിയതാണിപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റ് അല്ലേ. ഒരു ലൈംഗിക കുറ്റവാളിയോടൊപ്പം നിന്ന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോടൊപ്പം നിന്ന് പടം എടുത്തതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. നിങ്ങൾ സ്വയം പുലർത്തേണ്ട ഈ പുതിയ കാലത്ത്, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ എടുത്ത് പലതരത്തിലുള്ള ആൾക്കാരാണ് നിങ്ങളോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വരുന്നത്. എല്ലാവരെയും പരിശോധിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അത് ഇന്ന് VD സതീശൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. പലയിടത്ത് കല്യാണത്തിനും മരണത്തിനും ഒക്കെ പോകുമ്പോൾ പലരും വന്ന് പടം എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഓരോരുത്തരും ജാതകം അന്വേഷിക്കാൻ പറ്റാറില്ല, ശരിയായിരിക്കാം. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ് വരുന്നു എന്നുള്ളത് ഒരു പരിശോധന നടത്തിയെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ഇതേപോലുള്ള ആരോപണങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അതാണ് ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത്.